ഖുർആൻ ആസ്വാദനം ഭാഗം 49 ദൈവത്തെ കാണണം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 55-56 ആയത്തുകൾ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنظُرُونَ. നിങ്ങൾ പറഞ്ഞ സന്ദർഭം, മൂസ, അല്ലാഹുവെ നേരിട്ട് കാണുന്നതുവരെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ നോക്കി നിൽക്കെ ഇടിമിന്നൽ നിങ്ങളെ പിടികൂടി. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً. وَإِذْ قُلْتُمْ എന്ന് പറയുമ്പോൾ വഇദ് എന്നത് കൽക്കലയില്ലാത്ത അക്ഷരമാണ്. വഇദ് എന്നായി പോകരുത്. ലൻ നുഅ്മിന, സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും ഒരു നൂൻ തന്നെ വരുന്നു. ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് മെർജ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ലൻ നുഅ്മിന എന്ന് പറയാം. ഹത്താ നറല്ലാഹ്, റാന്റെ തഫ്ഖീം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജഹ്റതൻ, ഹാക്ക് സുക്കൂൻ വരുമ്പോൾ മുഴങ്ങിപ്പോവാതെ ജഹ്റ എന്ന രൂപത്തിൽ തന്നെ പറയാം. ജഹ്റതൻ ഫ എന്ന് പറയുന്നിടത്ത് ഇഖ്ഫ ആണ്. ആ തൻവീനു ശേഷം ഫ വന്നതുകൊണ്ട് ആ തൻവീനെ നമ്മൾ മറച്ച് മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. വഅൻതും, വീണ്ടും ഇവിടെ ഇഖ്ഫ വന്നിട്ടുണ്ട്. നൂനിനെ മറച്ച് മണിച്ചുകൊണ്ടാണ് ഇവിടെയും നമ്മൾ ഓതേണ്ടത്. തൻദുറൂൻ, വീണ്ടും ഇവിടെ സുക്കൂനുള്ള നൂനിനെ മറച്ച് മണിച്ചുകൊണ്ട് ഇഖ്ഫ ചെയ്തുകൊണ്ട് ഓതുന്നു. അപ്പോൾ ഈ ആയത്തിൽ കൂടുതലായിട്ട് നമുക്ക് ഇഖ്ഫ, മറച്ച് മണിക്കുന്ന, ഗുന്ന ചെയ്യുന്ന ഈ നിയമം ആവർത്തിച്ചു വരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ കൂടെ ഓതി നോക്കാം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنظُرُونَ ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. പിന്നീട് മരണത്തിനു ശേഷം നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിച്ചു, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. ثُمَّ, മീമിന് ഷദ്ദ് വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്യാം. ബഅസ്നാകും എന്ന സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും ഒരു മീം വരുമ്പോൾ അത് ഇദ്ഗാം തന്നെയാണ്, കൂട്ടിലയിപ്പിച്ച് മണിക്കാണ് നമ്മളവിടെ ചെയ്യുന്നത്. തൊട്ട് ഉടനെ മിൻ ബഅദി എന്ന സുക്കൂനുള്ള നൂനിന് ശേഷം ഒരു ബാ വരുമ്പോൾ ആ നൂനിനെ നമ്മൾ മീമാക്കി കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ ചെറിയൊരു മീം കൊടുത്തിട്ടുള്ളത്. ഇഖ്ലാബ് എന്നാണ് ഈ തജ്വീദ് നിയമത്തിൻ്റെ പേര്. മിൻ ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ. തഷ് എന്ന് പറയുമ്പോൾ ഷീനെ ഒന്ന് പരത്തി തഷ്കുറൂൻ എന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ കാണണമെന്നാവശ്യപ്പെട്ട ഇസ്രായേല്യരുടെ മേൽ ഇടുത്തി പതിച്ച് മരണപ്പെട്ടതിനു ശേഷം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ 2 വചനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഇസ്രായേല്യർ ചെയ്ത പശുക്കുട്ടിയുടെ വിഗ്രഹമുണ്ടാക്കുകയെന്ന തിന്മയെക്കുറിച്ചും അതിനുള്ള പ്രായശ്ചിത്തത്തെയുമെല്ലാം കുറിച്ച പ്രതിപാദനങ്ങൾക്കിടയിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സംഭവം തന്നെയായിരിക്കും ഇതുമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. തദ്വിഷേകമായ പാപമോചനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായി മൂസാ നബി അലൈഹിസ്സലാം തെരഞ്ഞെടുത്ത 70 പേരായിരുന്നു പാപത്തിൽ പങ്കാളികളായ ഇസ്രായേല്യരെയെല്ലാം വധിക്കുവാനുള്ള കൽപ്പന അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് തങ്ങൾ വിശ്വസിക്കണമെങ്കിൽ
അള്ളാഹുവിനെ നേരിൽ കാണണമെന്ന് ആവശ്യമുന്നയിച്ചതെന്നും ഇടുത്തി വീണ് അവർ മരിക്കുകയും മൂസാ നബി അലൈഹിസ്സലാമയുടെ അഭ്യർത്ഥന മാനിച്ച് പിന്നീട് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയായിരുന്നുവെന്നും ഈ വചനങ്ങളെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം 70 പേരെ തെരഞ്ഞെടുത്തതായും അവർക്കുമേൽ ഉഗ്രമായ കുലുക്കമുണ്ടായതായും അവരെ നശിപ്പിക്കാതിരിക്കാൻ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതായെല്ലാമുള്ള സൂറത്തുൽ അറാഫ് 155 വചനത്തിലെ പ്രതിപാദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ വ്യാഖ്യാനം. കർത്താവിനെ കാണണമെന്നാവശ്യപ്പെട്ടത് മൂലം ഇസ്രായേൽ സമൂഹത്തിനുണ്ടായ ഈ പരീക്ഷണത്തെക്കുറിച്ച് തോറയും തൽമൂദുമെല്ലാം നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത്. യഹൂദ സമൂഹത്തിൻ്റെ യശസ്സിന് പോറലേൽപ്പിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയെന്ന നിലപാടാണ് തോറയ്ക്കും തൽമൂദിനുമുള്ളത്. അത്തരം ഏതെങ്കിലും സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ പ്രവാചകന്മാരെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ പോലും എങ്ങനെയെങ്കിലും ഇസ്രായേൽ സമുദായത്തെ രക്ഷിച്ചെടുക്കുന്ന ചരിത്ര കഥന രീതിയാണ് ഇവ പിന്തുടരുക. അഹറോനെ വിഗ്രഹ നിർമ്മാതാവായും മോശയെ തോറാഫലകങ്ങൾ എറിഞ്ഞുടച്ച് നശിപ്പിച്ചവനായുമെല്ലാം അവതരിപ്പിച്ചാണെങ്കിലും ഇസ്രായേൽ സമൂഹത്തെ വെള്ളപൂശണമെന്ന ഇസ്രായേൽ വംശീയത തന്നെയാണ് ഈ സംഭവത്തെക്കുറിച്ച നിശബ്ദതയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് മോശയായിരുന്നുവെന്നാണ് തോറ പറയുന്നത്. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ മഹത്വം നിന്റെ മുമ്പിലൂടെ കടന്നുപോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിന്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അവിടുന്ന് തുടർന്നു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ. എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഇതാ എൻ്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക. എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരിടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. ദൈവത്തെ അവൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ കാണണമെന്നാവശ്യപ്പെട്ട മോശയോട് അങ്ങനെ കാണാൻ കഴിയില്ലെന്നും ദൈവമുഖം കാണുന്നവർ മരിച്ചു പോകുമെന്നും എന്നാൽ പിൻഭാഗം കാണിക്കാമെന്നും പറയുന്ന കർത്താവിനെയാണ് ഈ വചനം വരച്ചു കാണിക്കുന്നത്. എന്നാൽ ഇസ്രായേല്യരിലെ തെരഞ്ഞെടുക്കപ്പെട്ട 70 പേരും ദൈവത്തെ കണ്ടുവെന്ന് ഇതേ പുസ്തകത്തിൽ തന്നെ ഏതാനും വചനങ്ങൾക്ക് മുമ്പ് പറയുന്നുണ്ട്. അനന്തരം മോശയും അഹ്റോനും നാദാബും അബിഹുവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേരും മലമുകളിലേക്ക് കയറിപ്പോയി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല. അവർ ദൈവത്തെ കണ്ടു, അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. ഇസ്രായേല്യർ ദൈവത്തെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നതായോ തൽഫലമായി അവർക്ക് മേൽ ഇടുത്തി പതിച്ചതായോ തോറയിൽ പറയുന്നില്ലെങ്കിലും പുറപ്പാട് പുസ്തകം മൊത്തത്തിൽ വായിച്ചാൽ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നും അത് മറച്ചുവെക്കാൻ ബോധപൂർവമായ കരവിരുതുകൾ നടന്നിട്ടുണ്ടെന്നും മനസ്സിലാകും. ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 3-ാം ദിവസം നടന്ന ഒരു സംഭവം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തെ കാണുന്നതിനു വേണ്ടി മോശ
ജനത്തെ പാളയത്തിനു പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു. കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. അവൻ കയറിച്ചെന്നു. അപ്പോൾ അവിടുന്ന് അരുളിച്ചെയ്തു, നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തുവരികയും തൽഫലമായി മരിക്കുകയും ചെയ്യും. പുറപ്പാട് പുസ്തകം 19 അധ്യായം 16 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. കർത്താവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട തോറയിലെ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ അതിലെ വൈരുദ്ധ്യങ്ങൾ പ്രകടമായി മനസ്സിലാവും. തന്നെ കാണാൻ ആവശ്യപ്പെട്ട മോശയ്ക്ക് തൻ്റെ പിൻഭാഗം മാത്രം കാണിച്ചു കൊടുത്തവനാണ് കർത്താവെന്ന് ഒരു സ്ഥലത്ത്, ഇസ്രായേൽ മൂപ്പന്മാർക്ക് മുന്നിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് മറ്റൊരു വശത്ത്. ദൈവത്തെ കാണുന്നതിനു വേണ്ടിയാണ് സീനായിലേക്ക് മോശ ജനത്തെ കൊണ്ടുവന്നതെന്നും അപ്പോൾ മലയിൽ അഗ്നിയും പുകപടലങ്ങളും ഉണ്ടാവുകയും അത് ശക്തമായി വിറയ്ക്കുകയും കാഹള ശബ്ദം ശക്തിപ്പെടുകയുമെല്ലാം ചെയ്തുവെന്നും മറ്റൊരിടത്ത്. കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് വരുന്നവർ മരിക്കുമെന്ന് വേറെയും ഒരു സ്ഥലത്ത്. ഇവയിൽ നിന്ന് തോറാ വായനക്കാരൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവത്തെ കാണാനാവുമെന്നാണോ ഇല്ല എന്നാണോ? ദൈവത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് മോശയാണെന്നാണോ ഇസ്രായേല്യരാണെന്നാണോ? ദൈവത്തെ കാണാനെന്ന പേരിൽ ഇസ്രായേല്യരെ സിനായിലേക്ക് മോശ കൊണ്ടുവന്നത് അവരെ കൊല്ലാനാണെന്നാണോ അല്ല രക്ഷിക്കാനാണെന്നാണോ? ഇത്തരം വൈരുദ്ധ്യങ്ങളെ വിശദീകരിക്കാൻ പാടുപെടുന്ന യഹൂദ പൗരോഹിത്യത്തെയാണ് തൽമൂദിൽ നാം കാണുന്നത്. ജെറുസലേം തൽമൂദ് സുക്ക 4:3-7. യഥാർത്ഥ സംഭവത്തെ മറച്ചുവെക്കാനുള്ള പുരോഹിത ശ്രമങ്ങളിൽ നിന്നാവണം ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടായതെന്ന് തീർച്ചയായും കരുതാവുന്നതാണ്. വൈരുദ്ധ്യാധിഷ്ഠിതമായ ഇത്തരം യൂത കളങ്കങ്ങളെ നിഷേധിച്ചുകൊണ്ട് സത്യസന്ധമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ഈ വചനങ്ങളിൽ ഖുർആൻ ചെയ്യുന്നത്. മൂപ്പന്മാർ ഒന്നിച്ച് ആവശ്യപ്പെട്ടിട്ടും പ്രത്യക്ഷപ്പെടാതെ അവരെ ശിക്ഷിക്കുകയാണ് കർത്താവ് ചെയ്തതെന്ന സത്യം ഇസ്രായേലാണ് ആത്യന്തികമായ നന്മയെന്ന യഹൂദ വംശീയതയെ നിഷേധിക്കുന്നതിനാലാകണം അള്ളാഹുവിനെ കാണണമെന്നാവശ്യപ്പെട്ടത് ഇസ്രായേല്യരല്ലെന്ന് വരുത്തി തീർക്കുന്ന കഥ മെനഞ്ഞത്. ആ കഥയെയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ദൈവത്തെ കണ്ടുവെന്ന വ്യാജത്തെയും നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്ന് വ്യക്തമാക്കുന്ന ഖുർആൻ ചെയ്യുന്നത്. ഇസ്രായേല്യരിൽ നിന്ന് വിഗ്രഹാരാധന എന്ന മഹാപാപം ചെയ്തവരെ കൊല്ലണമെന്നാണ് ദൈവകൽപ്പനയെന്ന് മോശ അവരെ അറിയിച്ചപ്പോൾ ദൈവം നേർക്കുനേരെ പ്രത്യക്ഷപ്പെട്ട് ഇക്കാര്യം തങ്ങളോട് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെയാണ് അവർ നോക്കി നിൽക്കെ തന്നെ അവർക്ക് മേൽ ഇടിത്തീ വർഷിക്കുകയും അതിൽ ഈ ആവശ്യമുന്നയിച്ചവർ മരിച്ചു വീഴുകയും ചെയ്തത്. എന്നിട്ടും അവരെ നിത്യനാശത്തിന് വിട്ടുകൊടുക്കാതെ പുനരുജ്ജീവിപ്പിക്കുകയും കൃതജ്ഞതയോടെ നന്മയുടെ വക്താക്കളാകാൻ അവസരം നൽകുകയും ചെയ്തു അല്ലാഹു. ഈ അനുഗ്രഹം എടുത്തു പറയുകയാണ് ഈ വചനങ്ങളിൽ ഖുർആൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ ആസ്വാദനം ഭാഗം 49. ദൈവത്തെ കാണണം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 55-56 ആയത്തുകൾ. രചന MM അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഖുർആൻ പാരായണവും തജ്വീദ് വിശദീകരണവും അബ്ദുള്ള തിരൂർക്കാട്. ഇൻഷാ അല്ലാഹ്
തുടരും.